നമ്മൾ നോയമ്പുകാല ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നാരകീയ ശക്തികൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നമുക്കൊരു നിമിഷം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയെ നമുക്ക് പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുന്നത് സഭയിലൂടെയാണ്. അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായം 12 മുതൽ തിരുവചനങ്ങൾ. അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു. അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യേ ആകാശത്ത് നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം എൻ്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളെല്ലാവരും നിലം പതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നമുക്കറിയാം, സാവൂൾ യേശുവിനെ പീഡിപ്പിക്കുന്നു. എവിടെയും നമ്മൾ കാണുന്നില്ല. സാവൂൾ ആരെയാ പീഡിപ്പിച്ചത്? സാവൂൾ പീഡിപ്പിച്ചത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുകയും പ്രബോധനത്തിലും അപ്പം മുറിക്കലും കൂട്ടായ്മയിലും നിന്നൊരു സമൂഹം. അവർ പ്രബോധനത്തിൽ ജീവിച്ചു, അപ്പം മുറിക്കൽ കൂട്ടായ്മയിൽ ജീവിച്ചു. അവർ യേശു കൊടുത്ത എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന കാര്യം അവരപ്പമെടുത്തിട്ട് പറഞ്ഞു, ഇത് യേശുവാണ്. അവർ കൂട്ടായ്മയിൽ നിൽക്കുകയാണ്. അപ്പോൾ സാവൂളിനൊരു കാര്യം മനസ്സിലായി, ഈ ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം തെറ്റ് പഠിപ്പിക്കുന്നു. സാവൂൾ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ സഭയെ പീഡിപ്പിക്കുന്നു. സഭയെ പീഡിപ്പിക്കാൻ, നശിപ്പിക്കാൻ അധികാരപത്രം മേടിക്കുന്നു. അങ്ങനെ ദമാസ്കസിലേക്ക് പോകുന്ന കഥയാണ് സാവൂൾ അല്ലെങ്കിൽ പൗലോസ് തന്നെ നമ്മളോട് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ പ്രകാശം ഞങ്ങളെ ചുറ്റി. ഹെബ്രായ ഭാഷയിൽ എന്നോടൊരു മൊഴി ഞാൻ കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അങ്ങ് ആരാണ്? കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ യേശു കൊടുക്കുന്ന ഉത്തരം, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ ഒരിക്കലും യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല. എന്നാൽ സഭയെ പീഡിപ്പിച്ചപ്പോൾ അത് യേശുവിനെതിരെയുള്ള പീഡനമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൗലോസ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. പൗലോസ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 17-18 തിരുവചനങ്ങൾ. വചനം ഇങ്ങനെയാണ്: അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. എന്ന് വെച്ചാൽ അവൻ സഭയുടെ ശിരസ്സാണ്. അപ്പം എന്താണ് സഭ? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, സഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സഭ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ്. അല്ല, സഭ എന്ന് പറയുന്നത് മെത്രാനല്ല, സഭ എന്ന് പറയുന്നത് വൈദികനല്ല, സഭ എന്ന് പറയുന്നത് കന്യാസ്ത്രീയല്ല. സഭ അവരൊരു ഭാഗമാണ്, അവരൊരു ഭാഗം മാത്രമാണ്. 130 കോടി ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അതിൽ 4.5 ലക്ഷം പുരോഹിതരേ ഉള്ളൂ. വെരി മൈനോറിറ്റി. സഭ പുരോഹിതരല്ല. സഭ, പ്രിയപ്പെട്ടവരെ, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, സഭ സ്ഥാപനമല്ല, സഭ ദൈവജനമാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ സഭയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം. സഭ
യേശുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ടാണ് സഭയെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം എന്ന് പഠിപ്പിക്കുന്നത്. സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ദാറ്റ് ഈസ് എ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. അതാണ് സഭ. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന്, അതാണ് ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ അപകടം, ഇത് മൈനസാവുകയാണ്. സഭ ഒരു സ്ഥാപനമായിട്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്, സഭ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് എക്കാലത്തെയും അപകടം. സഭ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ്. സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: ചർച്ച് ബിക്കംസ് ചർച്ച് വെൻ ഇറ്റ് സെലിബ്രേറ്റ്സ് ദ സാക്രമെൻറ്റ്സ്. കാൾ റാനർ പറയുന്നതാണ്, സഭ സഭയാകുന്നത് കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സഭയെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് സഭ. നമ്മൾ ഓരോരുത്തരുമാണ് സഭ എന്ന ഒരു കാര്യം. അല്ലാതെ സഭ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. സഭ, പ്രിയപ്പെട്ടവരെ, ഇൻസ്റ്റിറ്റ്യൂഷനല്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. ഇത് മനസ്സിലാക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. 1 എഫെസോസ് 1-ാം അധ്യായം 22-23 വചനങ്ങൾ. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിശ്ചയിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. സഭ അവൻ്റെ ശരീരമാണ്. സഭ യേശുവിൻ്റെ ശരീരമാണ്. അപ്പോൾ സഭയുടെ ശിരസ് അല്ലെങ്കിൽ സഭയുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മളാരുമല്ല, അത് യേശുവാണ്. ഈ സഭ നിലനിൽക്കുന്നത്, നമ്മൾ ഓർക്കുക, വേറെ ലോകത്തിൽ ഏത് സമൂഹമാണ് ഇതുപോലെ വേട്ടയാടപ്പെട്ടത്? കത്തോലിക്ക സഭ വേട്ടയാടപ്പെട്ടതുപോലെ വേട്ടയാടപ്പെട്ടൊരു സമൂഹം ചരിത്രത്തിലില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ കാണുന്ന ഈ സഭ, ഇന്ന് കത്തോലിക്ക സഭ ഒന്നിൻ്റെയും ആരുടെയും മഹിമയിലല്ല. ഒരാളാണ് ഇതിൻ്റെ കേന്ദ്രം, അത് ക്രിസ്തു മാത്രമാണ്. എവിടെയെല്ലാം ക്രിസ്തുവിനെ മൈനസാക്കുന്നുവോ അവിടെയെല്ലാം സഭ തകരും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഓരോ വ്യക്തിയും, ഞാൻ അല്ലെങ്കിൽ ആഫ്രിക്കയിലായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ക്രിസ്തുവിൻ്റെ, നമ്മൾ ഒന്നാണ്. ഈ ഒന്നാണ് എന്ന ചിന്തയാണ് ഇന്ന് ഇല്ലാതാകുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12 നമ്മളിങ്ങനെ വായിക്കും: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. ശരീരം ഒന്നാണെങ്കിലും പല അവയവങ്ങളുണ്ട്, പലതിനും പല ഉപയോഗമാണ്. ഇപ്പം കണ്ണിൻ്റെ ഉപയോഗമല്ല കൈക്കുള്ളത്, കൈയുടെ ഉപയോഗമല്ല കാലിനുള്ളത്. എല്ലാം ചേരുമ്പോഴാണ് ഒരു ശരീരമാകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണ് എനിക്ക് കൈകൊണ്ട് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നത് കണ്ണ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലാതാകുമോ? അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് കൈ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലാതാകുമോ? ഒരു ഭാഗവും അപ്രധാനമില്ല. ഓരോന്നും ശരീരത്തിന് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാനാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ 15:4 ആ വചനം ഇങ്ങനെയാണ്. 15:4: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. കണ്ടോ, ഒരു ഇടയനും ഒരു തൊഴുത്തും സ്വപ്നമാണ് യേശുവിൻ്റെ. പ്രിയപ്പെട്ടവരെ, സഭ, അതുകൊണ്ട് നമ്മൾ സഭ, ഒരു പക്ഷേ ഇന്ന് ഒരുപാട് പേരെ നമ്മൾ കാണുമ്പോൾ സഭയിൽ നിന്ന് ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വൈദികൻ്റെയോ ഒരു സമർപ്പിതയുടെയോ ഒരു മെത്രാൻ്റെയോ പെരുമാറ്റം
നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സഭയിൽ നിന്നകല. അത് അവരല്ല സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഞാൻ യേശുവിൻ്റെ രക്ഷ കൂദാശകളിലൂടെ കുരിശുമരണത്തിലൂടെ പൂർത്തിയാക്കുകയും കൗദാശിക ജീവിതത്തിലൂടെ എന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന രക്ഷ ഞാൻ അനുഭവിക്കുന്നത് യേശുവിൻ്റെ ഈ ഭൗതിക ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മൾ ഓർത്ത് നോക്കുക, എത്രയോ മക്കളാണ് പോപ്പുലേഷൻ ധ്യാനത്തിലൊക്കെ വീഴ്ച നടത്തുമ്പോൾ ചിലപ്പോഴൊക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചില വൈദികരുടെ അല്ലെങ്കിൽ സമർപ്പിതരുടെ പെരുമാറ്റം കൊണ്ട് എത്രയോ പേര് കൗദാശിക ജീവിതത്തിൽ നിന്ന് അകലുന്നു. വേറെ ഏത് സമൂഹത്തിലുണ്ട് ഒരു വ്യക്തി അനുതാപത്തോടെ വന്ന് മുട്ടുകുത്തുമ്പോൾ നിൻ്റെ പാപം മോചിക്കപ്പെടുന്നു, ഇനി അതൊരിക്കലും ഓർക്കില്ല എന്ന് പറയുന്ന ഏത് സ്പിരിച്വാലിറ്റിയാണ് ലോകത്തിലുള്ളത്? ഇവിടെ അല്ലാതെ. പക്ഷേ എത്രയോ പേര് വൈദികരുടെ പെരുമാറ്റം കൊണ്ട് കുമ്പസാരക്കൂട്ടിൽ നകലുന്നു. എത്രയോ പേര് വൈദികരുടെ പെരുമാറ്റം കൊണ്ട് സഭയിൽ നകലുന്നു. കുർബാനയ്ക്ക്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും വരുന്നില്ല. അപ്പോഴെല്ലാം ഈ വാക്കോർക്കണം, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സഭയുടെയോ വൈദികൻ്റെയോ പ്രവർത്തനം കൊണ്ട് ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ കൂദാശകൾ നകലുന്നുണ്ടെങ്കിൽ സാവൂളിനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഏതെങ്കിലും ഒരു മകൻ, ഒരു മകൾ, ഒരു കുഞ്ഞിന് ഉതപ്പായിട്ട് മാറുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ധാർഷ്ട്യം കൊണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും ദൈവജനത്തിന് നമ്മൾ ഉതപ്പാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അവിടെ ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഒരു വചനം കൂടി ധ്യാനിക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആകും. അത് പൗലോസിലെ കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം ശ്രദ്ധിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. 11 മുതൽ ഞാൻ വായിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലേയോയുടെയും ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളസിൻ്റേതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം പൗലോസ് അവിടെ ചോദിക്കുന്നുണ്ട്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? അടുത്ത വചനം, നിങ്ങൾക്ക് വേണ്ടി ക്രൂശനായ പൗലോസാണോ? പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ഈ ചോദ്യം ഒരുപാട് പ്രസക്തിയുണ്ട്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവ് ചോദ്യം. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? അവരന്ന് പറഞ്ഞത് ഞങ്ങൾ അപ്പോളോസിൻ്റെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ, ഒരു പക്ഷേ അപ്പോളോസ് രൂപപ്പെടുത്തിയൊരു സ്പിരിച്വാലിറ്റി കാണും, പൗലോസ് രൂപപ്പെടുത്തിയൊരു സ്പിരിച്വാലിറ്റി കാണും. പക്ഷേ പൗലോസാണോ, പൗലോസിൻ്റെ പേരിലാണോ, അപ്പോളോസിൻ്റെ പേരിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? നിങ്ങൾ ആരുടെ പേരിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, ഇത് പൗലോസിലെ ചോദിക്കുന്ന ചോദ്യമാണ്. പൗലോസിലെ അത് ചോദിച്ച ചോദ്യമാണ്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇന്ന് നമ്മൾ മറ്റൊരാളായിട്ട് കാണുമ്പോൾ, നമുക്കറിയാം കത്തോലിക്ക സഭയിൽ സ്വതന്ത്ര സഭകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ക്രിസ്തുവിൽ ഒന്നാണ്. ഞാൻ സീറോ മലബാറാണ്, ഞാൻ ലാറ്റിനാണ്, ഞാൻ മലങ്കരയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തോമസ് ലീഗയുടെ നാമത്തിൽ, നിങ്ങൾ ഫ്രാൻസിസ് സേവൻ്റെ നാമത്തിൽ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചതാണോ? അതോ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, എന്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിക്കുന്നത്? ഒരു കാര്യം, എത്രയോ പാവപ്പെട്ടവരാണ് ഒരു കുർബാനയിൽ ആശ്വാസം തേടി വരുന്നത്, അവൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ വരുന്നത്. എത്രയോ കുഞ്ഞുങ്ങളാണ് വിശുദ്ധിയോടെ കുമ്പസാരക്കൂടിനെ സമീപിക്കുന്നത്. എത്രയോ പേരാണ് ഒരു കുർബാന കണ്ടിട്ട് ജീവിതത്തെ ആരംഭിക്കാൻ കൊതിക്കുന്നത്. അവിടെയെല്ലാമല്ലേ നമ്മൾ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നത്? അവിടെയെല്ലാമല്ലേ നമ്മൾ എതിർസാക്ഷ്യം നൽകുന്നത്? ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്നാകുക. ആ പിതാവെ, നമ്മെപ്പോലെ അവരും ഒന്നാകേണ്ടതിന് ഒരു ഇടയനും ഒരു തൊഴുത്തും, ഇതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, അച്ചോ, ഒരുപാട് ഡെനോമിനേഷനുണ്ട്, ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, ഇതിലേതാണ്?
ഇതിലേതാണ്? അല്ല, ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചേർന്ന് വസിക്കുമോ, ഞാൻ നിങ്ങളോടും വസിക്കും. ഏതാണ് ക്രിസ്തുവിൻ്റെ സഭ? ഒരു ചോദ്യമാണ്. ഒരുപാട് സഭയുണ്ട്, ഒരുപാട് ഡിനോമിനേഷനുണ്ട്. ഏതാണ് ക്രിസ്തുവിൻ്റെ സഭ? അപ്പോൾ ഈശോ പറയുന്നു, ക്രിസ്തുവിൻ്റെ സഭയെ തിരിച്ചറിയാനുള്ള വഴി ഈശോ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന ഒരു കാര്യമാണ്. എന്നിൽ വസിക്കുക എന്നതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു വചനം ധ്യാനിക്കാം. യോഹന്നൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 56-ാമത്തെ വചനം. യോഹന്നൻ്റെ സുവിശേഷം 6:56. ആ വചനം ഇങ്ങനെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ ഇനി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15 വീണ്ടും ആ വസിക്കുക എന്ന വചനം വരുന്നുണ്ട്. വസിക്കുക എന്ന വചനം വീണ്ടും വരുന്നു. അതിങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രഭവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരുപാട് ഡിനോമിനേഷനുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ, ഒരുപാട് ഡിനോമിനേഷനുണ്ട്. യഥാർത്ഥ സഭ കത്തോലിക്ക സഭയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇനി യോഹന്നാൻ 6:56 പറയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവനിൽ രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും. അപ്പോൾ ഏതാണ് യേശുവിൻ്റെ സഭ? യേശുവിൻ്റെ സഭ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായത്. യേശുവിൻ്റെ സഭ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായത്. കുർബാനയാണ് കേന്ദ്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, അതാണ് കേന്ദ്രം. ഒരു ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു വനത്തിൻ്റെ സൈഡിൽ, ഏതെങ്കിലും ഒരു വില്ലേജിൽ ഒരു വൈദികൻ ഒരു ടേബിളിട്ട് ഒരു 10-12 പേര് അവിടെ നിന്ന്, ആ വൈദികൻ മലകൾ താണ്ടി കയറി ആ മക്കൾക്കൊരു കുർബാന കിട്ടാൻ വേണ്ടി ഒരു ടേബിളിട്ട് അവിടെ കുർബാന അർപ്പിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ചർച്ച്. അതാണ് സഭ. സഭ ഇൻസ്റ്റിറ്റ്യൂഷനല്ല. സഭ എവിടെയാണ് സഭ? യേശു എനിക്ക് വേണ്ടി പൂർത്തീകരിച്ച രക്ഷ യേശു കുരിശിൽ പൂർത്തീകരിച്ചു, ഉദ്ധാനം ചെയ്തു. ആ ഉദ്ധാനം ചെയ്ത യേശുവിനെ ഞാൻ അനുഭവിക്കുന്നു കൂദാശകളിലൂടെ. ആ യേശുവിനെ അനുഭവിക്കുന്നു. യേശുവിൻ്റെ ശരീരം യേശുവിനെ എനിക്ക് നൽകുന്നു സഭ. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരം. യേശുവാകുന്ന ഭൗതിക ശരീരം, അതാണ് സഭ. അപ്പം സഭ എന്ന് പറയുന്നത് ഒരിക്കലും, ഇന്ന് നമ്മൾ ഓർക്കുക, സഭ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് പേര് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സഭയിൽ നിന്ന് അകലുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ദേവാലയത്തിന് വേണ്ടി, ഞാൻ പള്ളിക്ക് വേണ്ടി ചെയ്തു, എന്നാൽ പള്ളിയുടെ സ്കൂളിലൊരു ജോലിയുടെ കാര്യം വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ വർഷങ്ങൾ കാറ്റീസം പഠിപ്പിച്ചു, പക്ഷേ എനിക്ക് വന്നില്ല. അത് എനിക്ക് ശരിയാണ്, നിനക്ക് കിട്ടേണ്ട അവകാശമുണ്ടായിരുന്നു, നിനക്കായിരുന്നു നൽകേണ്ടിയിരുന്നത്. എന്നാൽ ഒരു പക്ഷേ അത് നീ പറയുന്നത് പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ അത് പണം മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു. ഒക്കെ ശരിയാണ്. അതല്ല സഭ. അത് സഭയിൽ നിന്നകലാൻ കാരണമാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ യേശുവിനെ അത്രയും അനുഭവിക്കുന്നത് ഈ സഭയിലാണ്. നമ്മൾ കുർബാനയായിട്ട് ഈശോ നമ്മുടെ കയ്യിൽ വരുന്നത് ഈ സഭയിലാണ്. നമുക്ക് നമ്മുടെ കാതുകളിൽ നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കേൾക്കുന്നത് ഈ സഭയിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ നമുക്ക് അന്ത്യയാത്ര പറയുന്നത് ഈ സഭയാണ്. ഈ സഭയിലാണ് നമ്മൾ അടക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് ഈ നോയമ്പ് കാലഘട്ടം നമ്മൾ ഈ ഒന്നാണെന്ന് ചിന്തിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരമാണ്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ചില സമയത്തെങ്കിലും ചില കാര്യങ്ങൾ കടത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരൊറ്റ കാര്യമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഒരു കാര്യം ഓർക്കുക, സാവൂളിനോട് പറഞ്ഞത്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു, നീ തൊഴിക്കുന്നത് ഇരുമ്പാണിയിലാണ്. ഞാൻ പറയുന്നത് പുറമേ നിന്ന് സഭയ്ക്കുണ്ടാകുന്ന പീഡനത്തെക്കുറിച്ചല്ല. ഒരു പീഡനവും സഭയെ തകർക്കില്ല. പുറമേ നിന്ന് ആർക്കും സഭയെ തകർക്കാൻ പറ്റില്ല. കാരണം ഇത് ക്രിസ്തുവാണ്. ആരൊക്കെ ഇതിനെതിരെ തൊഴിക്കുന്നുവോ അത് ഇരുമ്പാണിയിലാണ്. പുറമേ നിന്നല്ല പ്രശ്നം.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഒരു കുഞ്ഞ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടിസ്ഥാനമിടേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കുഞ്ഞ് വേദനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവാണ് വേദനിക്കുന്നത്. ഇവിടെ ഒരാൾ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികളുടെ കേടുകൊണ്ട് ആരെങ്കിലും ഈ സഭയുടെ കൂദാശകൾ നകലുന്നുണ്ടെങ്കിൽ വി ആർ റെസ്പോൺസിബിൾ, നമ്മളാണ് ഉത്തരവാദികൾ. ഒരു വചനം കൂടി ഞാൻ പറയുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42 മുതൽ വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 2:42 മുതലുള്ള വചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വാസികൾ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നവയെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. കണ്ടോ, ആദിമ ക്രൈസ്തവ സമൂഹം 4 കാര്യങ്ങൾ: അപ്പം മുറിക്കൽ, പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മ, പ്രബോധനം, പ്രാർത്ഥന, ഒന്നിച്ചു കൂടുന്നു. അവരെല്ലാം പൊതുവായി കരുതി. അവരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടായിരുന്നില്ല. ഇതാണ് മോഡലാക്കേണ്ട സഭ. പ്രബോധനം ഇന്നില്ല, ഇന്ന് അതിനല്ല പ്രാധാന്യം. അപ്പം മുറിക്കൽ അതിലല്ല കേന്ദ്രം, വിശുദ്ധ കുർബാനയിലല്ല. പ്രാർത്ഥനയല്ല നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം. പ്രാർത്ഥനയാണോ ഇന്ന് കൂട്ടായ്മയുടെ ലക്ഷ്യം? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ കൂടുന്നത്? ഇന്ന് ഈ കൂട്ടായ്മ ഇത് മറ്റുള്ളവർക്ക് മാതൃകയും പ്രോത്സാഹനവുമാവുന്നുണ്ടോ, അതോ എതിർ സാക്ഷ്യമാവുന്നുണ്ടോ? അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ സ്നേഹിക്കാൻ, ഈ സഭയോട് ചേർന്ന് നിൽക്കാൻ, ഈ സഭ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ, ഈ സഭ നമ്മൾ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കി സഭയെ സ്നേഹിക്കാൻ, ആ സഭയോട് ചേർന്ന് നിന്ന് യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ സ്വീകരിക്കാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ധ്യാനിച്ച് അഭിഷേകം പ്രാപിക്കുന്ന വചനം കൊളോസോസ് 2:10. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. കൊളോസോസ് 2:10. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഈ വചനം വഴി എല്ലാ ആധിപത്യവും എല്ലാ അധികാരവും യേശുവിനാണെന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. അതിനാൽ കൊളോസോസ് 2:10 അഭിഷേകമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാണൻ തന്നെന്നെ സ്നേഹിക്കും എൻ പ്രിയനാം നാഥനെ യേശുവേ. പ്രാണൻ തന്നെന്നെ സ്നേഹിക്കും എൻ പ്രിയനാം നാഥനെ യേശുവേ. നെഞ്ചോടെന്നെ ചേർത്തു പിടിക്കും സ്നേഹം മുൻപിൽ കാണുമ്പോൾ നിന്നരികിലിരുന്ന മാറിൽ ചേരാൻ ആശിക്കുന്നു ഞാൻ. നെഞ്ചോടെന്നെ ചേർത്തു പിടിക്കും സ്നേഹം മുൻപിൽ കാണുമ്പോൾ നിന്നരികിലിരുന്ന മാറിൽ ചേരാൻ ആശിക്കുന്നു ഞാൻ. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ. അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ. അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു.
പ്രാണൻ തന്നെന്നെ സ്നേഹിക്കും. എൻ പ്രിയനാം നാഥനെ യേശുവേ, പ്രാണൻ തന്നെന്നെ സ്നേഹിക്കും. എൻ പ്രിയനാം നാഥനെ യേശുവേ, നെഞ്ചോടെന്നെ ചേർത്തു പിടിക്കും സ്നേഹം മുൻപിൽ കാണുമ്പോൾ, നിന്നരികിലിരുന്ന മാറിൽ ചേരാൻ ആശിക്കുന്നു ഞാൻ. നെഞ്ചോടെന്നെ ചേർത്തു പിടിക്കും സ്നേഹം മുൻപിൽ കാണുമ്പോൾ, നിന്നരികിലിരുന്ന മാറിൽ ചേരാൻ ആശിക്കുന്നു ഞാൻ. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ, അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ, അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ, അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ, ആരാധന. അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. ചങ്കു തുറന്നു സ്നേഹം ചൊരിയും ക്രൂശിതനേശുവേ, അരികിലിരുന്ന സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനം. എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ഇത് ഈശോ പഠിപ്പിച്ചു. നാരകീയ ശക്തികൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നാരകീയ ശക്തികൾ, ആ ശക്തിക്ക് തകർക്കാൻ പറ്റുന്നതല്ല സഭ. യേശുവിൻ്റെ ശരീരമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ശരീരം, ഈ ദേവാലയം തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാനൊരു പുനരുദ്ധരിക്കും. വചനം പറയുന്നു, അവൻ പറഞ്ഞത് അവൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഈശോ പറയുകയാണ്, നിങ്ങൾ തകർക്ക് ഈ ശരീരം, ഞാനിത് പുനരുദ്ധരിക്കും 3 ദിവസം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉദ്ധാനം ചെയ്ത യേശുവിനെ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെയാണ്. നമുക്ക് സഭയെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ സഭയിലൂടെയാണ് നമ്മൾ യേശുവിൽ ജനിക്കുന്നത്, ജ്ഞാനസ്നാനം വഴി. ഈ സഭയിലൂടെയാണ് യേശുവിൻ്റെ പാപമോചനം ഞാൻ സ്വീകരിക്കുന്നത്. ഈ സഭ വഴിയാണ് എൻ്റെ വിവാഹത്തെ ദൈവം കൂദാശയാക്കുന്നത്. ഈ സഭ വഴിയാണ് എനിക്ക് ആശീർവാദത്തിൻ്റെ കരങ്ങൾ നീട്ടുന്നത്. ഈ സഭയാണ് എൻ്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ആശീർവദിക്കുന്നത്. അതിനാൽ നമുക്ക് തിരുസഭയോർത്ത്, പരിശുദ്ധ കത്തോലിക്ക സഭയോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. പ്രത്യേകിച്ച് സഭ യേശുവിൻ്റെ ഭൗതിക ശരീരമാണ്. സഭ സ്ഥാപനമല്ല, സഭ വ്യക്തിയല്ല, സഭ വൈദികരല്ല, സഭ മെത്രാന്മാരല്ല, സഭ
യേശുവിൻ്റെ ശരീരമാണ്. അത് സഭ എല്ലാവരും ആ ശരീരത്തിലെ അവയവങ്ങളാണ്. വൈദികരും മെത്രാന്മാരും സകലരും അതിലെ അവയവങ്ങളാണ്. എന്നാൽ ക്രിസ്തുവാണ് ശിരസ്സ്. ആ സഭയെ യേശു നമുക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ സഭയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയെ യേശുവെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ സാവൂളിനോട് യേശു പറഞ്ഞ വാക്കുകൾ യേശു നമ്മളെയും നോക്കി പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 26:15 സാവൂൾ തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ സാവൂൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 26:15 സാവൂളിനോട് ഈ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. അപ്പസ്തോല പ്രവർത്തനം 26:15 സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവിടുന്ന് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. യേശുവിൽ വിശ്വസിച്ച, യേശുവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിലും അപ്പം മുറിക്കലിലും ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സമൂഹത്തെ സാവൂൾ പീഡിപ്പിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ, അതിന് അധികാരപത്രം സ്വന്തമാക്കിയപ്പോൾ, ഇതാ അപ്പസ്തോല പ്രവർത്തനം 26:15 യേശു ചോദിക്കുകയാണ്, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ ചോദിച്ചു, ഞാൻ എപ്പോൾ കർത്താവെ നിന്നെ പീഡിപ്പിച്ചു? അപ്പോൾ യേശുവിൻ്റെ ഉത്തരം, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ പീഡിപ്പിച്ചത് സഭയെയാണ്. സഭയെ പീഡിപ്പിച്ചപ്പോൾ അത് യേശുവിനാണ് ഏറ്റത്. സഭ ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാടിടങ്ങളിൽ ഇന്ന് സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാടിടങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ക്രിസ്ത്യൻസിനെ കൂട്ടക്കുരുതി ചെയ്യുന്നവർ. ഒരുപാടിടങ്ങളിൽ കഴിഞ്ഞ 2025 വർഷം നമ്മളിത് ജൂബിലി വർഷത്തിലാണ്. കഴിഞ്ഞ 2025 വർഷം ഈ സഭയ്ക്കേറ്റ ഒരു പീഡനം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഒരു സമൂഹത്തിനോ ഏറ്റിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭൂമിയിൽ ഒരു ചരിത്രവും അവശേഷിക്കില്ലായിരുന്നു. എന്നാൽ ഓർക്കുക, ഇതാ ഏറ്റവും കൂടുതൽ പീഡനമേറ്റ സ്ഥലം, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയെ പന്തം പോലെ കത്തിച്ചു നിർത്തിയ സ്ഥലം, വിശന്ന് ഗതികെട്ട ക്രൂര മൃഗങ്ങൾക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിഞ്ഞു കൊടുത്ത് അത് ടിക്കറ്റ് വെച്ച് ആഘോഷിച്ച സ്ഥലം, അതാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ കേന്ദ്രം, പരിശുദ്ധ റോം. ഓർക്കുക, പീഡനമുണ്ടാകുമ്പോൾ തളരുന്ന ഒരു സഭയുടെ ഭാഗമല്ല നമ്മൾ. മറിച്ച് എന്നെല്ലാം പീഡനമുണ്ടായിട്ടുണ്ടോ അവിടെ സഭ ശക്തിപ്പെട്ടിട്ടുണ്ട്. സഭയുടെ സുവർണ കാലഘട്ടം എന്നത്, പ്രിയപ്പെട്ടവരെ, സഭ പീഡനമേറ്റ കാലഘട്ടമാണ്. സഭയ്ക്ക് രാഷ്ട്രീയപരമായ അധികാരങ്ങൾ ലഭിച്ച കാലഘട്ടത്തെ സഭ പഠിപ്പിക്കുന്നത് ഇരുണ്ട കാലഘട്ടമെന്ന. അതിനാൽ ഓർക്കുക, പീഡനങ്ങൾ ഈ സഭയെ എന്നും വളർത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിലെ ഈശോയാണ് ഈ സഭയുടെ കേന്ദ്രം. നമുക്ക് ഈ സഭയാണ് എല്ലാം തരുന്നത്, പാപമോചനം തരുന്നത്. യേശുവിൻ്റെ വിശുദ്ധ കുർബാന നമുക്ക് തരുന്നത്, നമുക്ക് ആശീർവാദം തരുന്നത് ഈ സഭ വഴിയാണ് യേശു തരുന്നത്. അതിനാൽ ഈശോ പഠിപ്പിച്ചു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും. ഇതാ, നിങ്ങൾ എന്നിൽ വസിക്കുക.
മുന്തിരിച്ചെടിയിൽ ചാക വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൽ വസിക്കുന്നു. ആ യേശു നമ്മൾ വസിക്കുന്നു. കാരണം നമ്മൾ എല്ലാ ദിവസവും യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നു. അതിനാൽ ഈ നിമിഷം സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക്, സഭയുടെ കുറവുകൾ, അത് പ്രാർത്ഥനയുടെ വിഷയമാകണം. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ട്, ഇത് ഈശോ പഠിപ്പിച്ചു, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ദുർമാതൃക നൽകുന്നവന് നല്ലത് കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് എറിയപ്പെടുകയായിരിക്കും. ഈശോയെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. വൈദികർ, മെത്രാന്മാർ, സമർപ്പിതർ, ഈശോയെ, നിൻ്റെ സഭയെ, നിൻ്റെ ഭൗതിക ശരീരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവർ, യേശുവെ, ഏതെങ്കിലും വൈദികരുടെ, ഏതെങ്കിലും വൈദിക ശ്രേഷ്ഠരുടെ, ഏതെങ്കിലും മെത്രാൻ്റെ, ഏതെങ്കിലും സമർപ്പിതരുടെ, യേശുവെ, ഏതെങ്കിലും ഈ ശുശ്രൂഷ ജീവിതത്തിൽ നിൽക്കുന്നവരുടെ തെറ്റുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവ പൈതൽ കൂദാശകളിൽ നിന്ന്, അങ്ങയുടെ സഭയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുവെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ കാലഘട്ടത്തിൽ യേശുവെ, വൈദികർ, മെത്രാന്മാർ, സമർപ്പിതർ നൽകുന്ന എല്ലാ ഉദപ്പുകൾക്കും യേശുവെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവെ, ഈ കാലഘട്ടത്തിൽ യേശുവിന് പ്രാധാന്യം കൊടുക്കാതെ ഞങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും, യേശുവിൻ്റെ ഭൗതിക ശരീരമായി സഭയെ കാണാതെ, സഭയെ ഇൻസ്റ്റിറ്റ്യൂഷനായി കാണുന്ന, ഒരു സ്ഥാപനമായി മാത്രം കാണുന്ന ഞങ്ങളുടെ മനോഭാവങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നമുക്ക് ഈശോയുടെ കരുണ അപേക്ഷിക്കാം. ഇത് ഈശോയുടെ സഭയാണ്. യേശുവിൻ്റെ സഭ അത് ദൈവജനമാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. ഇതായി ചോദിക്കുന്നുണ്ട് പൗലോസ് ശ്ലീഹ, അപ്പോളോസിൻ്റെ ആണോ, പൗലോസിൻ്റെതാണോ? അല്ല. ക്രിസ്തു വിഭജിക്കപ്പെട്ടോ? ഇല്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതാണ് സഭ. യേശുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു തൊഴുത്തും ഒരിടയനും. ഈ ഒരു കൃപ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊരു പക്ഷേ സഭ, അല്ലെങ്കിൽ ഇന്നൊരു പക്ഷേ സഭയെ നയിക്കുവാൻ യേശു അയച്ചവർ, ഇടയന്മാർക്കെതിരെ പഴയ നിയമത്തിൽ എത്രയോ ഇടങ്ങളിലാണ് യേശു കുറ്റപ്പെടുത്തുന്നത്. യേശുവേ, നീ നിയോഗിച്ച ഇടയന്മാർ ഏതെങ്കിലും കുറവുകൾ, ഏതെങ്കിലും ഉദപ്പുകൾ ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ടെങ്കിൽ യേശുവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഒരു നിമിഷം സഭ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കൊടുക്കുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് മാപ്പ് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പരിശുദ്ധ കത്തോലിക്ക സഭയെ പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ. യേശു പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16:18 മുതൽ വചനങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്നു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോ പഠിപ്പിക്കുകയാണ്, ഞാൻ എന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ക്രിസ്തുവിൻ്റേതാണ്. എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പാറമേൽ, പത്രോസിൻ്റെ മേൽ സ്ഥാപിച്ച സഭ, അതാണ് യേശുവിൻ്റെ സഭ. അത് യേശുവിൻ്റെ സഭയാണ്. പത്രോസാകുന്ന പാറമേൽ, അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ, കൗദാശിക ജീവിതത്തെ പകർന്നു കൊടുക്കാനായി
അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ യേശു സ്ഥാപിച്ച യേശുവിൻ്റെ സഭ, അത് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയാണ്. അതിനാൽ ഒരു നിമിഷം ഈശോ പഠിപ്പിച്ചു, നാരകീയ ശക്തികൾ അതിനെതിരെ പ്രബലപ്പെടില്ല. കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. യേശുവെ, എല്ലാ തിന്മയും നിർവീര്യമാകാൻ സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞ സഭയുടെ അധികാരത്തിൽ, അങ്ങയുടെ സഭയുടെ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങളെ, യേശുവെ, വിശുദ്ധിക്കെതിരായ പ്രലോഭനങ്ങളെ, ദൈവകൽപ്പനകൾക്കെതിരായ പ്രലോഭനങ്ങൾ വിട്ടുപോകുവാൻ സഭയുടെ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുവെ, എല്ലാ പൈശാചിക പീഡകളും ഞങ്ങളുടെ ജീവിതത്തെ വിട്ടു പോകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. അന്ധകാരമേ, ബന്ധനങ്ങളെ ഞങ്ങളെ വിട്ടുപോക. അന്ധകാരമേ, ബന്ധനങ്ങളെ ഞങ്ങളെ വിട്ടുപോക. അന്ധകാരമേ, ബന്ധനങ്ങളെ ഞങ്ങളെ വിട്ടുപോക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ആരെങ്കിലും കൂദാശകളിൽ നിന്ന്, സഭയിൽ നിന്ന്, സഭാ കൂട്ടായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണം കൊണ്ട് യേശുവേ ഡിവിഷൻ വരുന്നുണ്ടെങ്കിൽ, യേശുവേ നിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ഏതെങ്കിലും കാരണം ഈ സഭയെ ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ, യേശുവേ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഭിന്നത അത് വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല. ഡിവിഷൻ ഈസ് ഓൾവേസ് കംസ് ഫ്രം ഈവിൾ സ്പിരിറ്റ്. യേശുവേ, ഏതെങ്കിലും കാരണത്താൽ ഇന്ന് അങ്ങയുടെ സഭയിൽ എവിടെയെല്ലാം അകൽച്ചകളുണ്ടോ, യേശുവേ നീ അത് വിശുദ്ധീകരിക്കണമേ. ആരാധനക്രമത്തിൻ്റെ പേരിൽ, പല കാരണങ്ങളുടെ പേരിൽ, യേശുവേ സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാവിധ അനൈക്യങ്ങളും മാറി ഐക്യത്തിൻ്റെ ആത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിൻ്റെ ആത്മാവ് സഭയിൽ വരട്ടെ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഐക്യത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. നമുക്ക് സഭ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 2025 ക്രിസ്തുവിൻ്റെ ജൂബിലി വർഷത്തിൽ സഭ ഐക്യത്തിൽ, ആഗോള കത്തോലിക്ക സഭ എല്ലാ വിഭാഗങ്ങളും യേശുവെ ഐക്യത്തിൽ, എല്ലാവരും ഒരു തൊഴുത്തും ഒരിടയനും യേശുവെ ആ അഭിഷേകം വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ സഭയിലാണ് നമ്മൾ യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഐക്യത്തിൻ ആത്മാവേ നിറയണമേ, ഐക്യത്തിൻ ആത്മാവേ നിറയണമേ, ഐക്യത്തിൻ ആത്മാവേ നിറയണമേ, ഐക്യത്തിൻ ആത്മാവേ നിറയണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കൗദാശിക ജീവിതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, ഈശോയെ അതിന് ഞങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ, യേശുവേ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അവരെല്ലാം യേശുവിലേക്ക് തിരിച്ചു വരുവാൻ, യേശുവാകുന്ന ശിരസ്, യേശുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭ തിരിച്ചു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ ഈശോ പഠിപ്പിച്ചു, എൻ്റെ ആലയം എല്ലാവർക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തിരുസഭയുടെ അനന്തയോഗ്യതയുള്ള പ്രാർത്ഥനയോട് ചേർത്ത്, തിരുസഭ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത്, തിരുസഭയിൽ എവിടെയെല്ലാം വിശുദ്ധ കുർബാന എടുത്തു വച്ചിരിക്കുന്നുവോ അവിടെയുള്ള വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തോട് ചേർത്ത് നമ്മളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾ ഇപ്പോൾ തിരുസഭയുടെ പ്രാർത്ഥനയോട് ചേർത്ത് സമർപ്പിക്കുക. വിശുദ്ധ കുർബാന തിരുസഭയിൽ എവിടെയെല്ലാം എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്നുവോ, ഇതാ അതിൻ്റെ എല്ലാം യോഗ്യതയിൽ, വിശുദ്ധ കുർബാനയുടെ അനന്തകോടി യോഗ്യതയിൽ
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഈ നിമിഷം സഭയുടെ യോഗ്യതയിലും അധികാരത്തിലും നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോ പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഈശോയുടെ വചനം അഭിഷേകമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഈശോയുടെ വചനം നമ്മിൽ ഓരോരുത്തരിലും അഭിഷേകമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഈ നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് ഇന്നത്തെ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊളോസ്യോസ് 2:10 എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസിലായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധന ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ, കരുണാമയ കനിയേണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുസഭയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം കൊളോസോസ് 2:10 എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്.